മത്തൻ കൊണ്ട് നല്ല രുചികരമായിട്ടുള്ള ഒരു ഒഴിച്ചുകറി തയ്യാറാക്കിയാലോ. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഒരു കഷ്ണം മത്തൻ നല്ലപോലെ കഴുകി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. 2 പച്ചമുളകും അതുപോലെ ഒരു കഷ്ണം തക്കാളിയും ഉപ്പ് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ടൊന്ന് വേവിച്ച് കൊണ്ടുവരാം. ആ സമയത്ത് 1/4 കപ്പ് തേങ്ങ, ജീരകം, ഒരു പച്ചമുളക്, ഒരു ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് ഒന്ന് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ മത്തൻ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. മീഡിയം ഫ്ലെയിമിൽ 1-2 വിസിൽ വെച്ചാൽ മതിയാകും. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചിട്ട് ഉള്ളത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം. അതുപോലെ മത്തൻ കുറച്ചൊന്ന് ഉടച്ചു കൊടുക്കണം, എന്നാൽ മാത്രമേ കറിക്ക് കുറച്ച് നല്ല കൊഴുപ്പ് ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. ഒരുപാട് അങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മളൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. തിള വരുന്ന സമയത്ത് നമ്മളിത് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മളിത് മത്തൻ ഉടച്ചു കൊടുത്തുകൊണ്ട് തന്നെ കുറച്ച് കട്ടിയാകും. അപ്പോൾ കട്ടിയാകുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ച് കൂടിയും വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും വറുത്തിടാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ കറി വെക്കാൻ പറയുന്നില്ലെങ്കിലും ഇതുപോലുള്ളൊരു കറി ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.